മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദമായി അങ്ങ് കാണുന്നേയില്ല? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങ് മാധ്യമ സ്വാതന്ത്ര്യത്തിനും അനുകൂലമല്ല? ഇല്ലില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊന്നും പറയരുത്. നിങ്ങളത് ദുസ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് തമിഴിൽ തന്നെ പറയുന്നത് ചക്കളത്തി പോരാട്ടം എന്ന് പറയും. ഇവിടെ ചോദിക്കുക, അതിനുത്തരം നേടുക, എവിടെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്നത് അവിടെ പോയി അത് വിളമ്പുക, അവിടുന്ന് അവരുടെ പക്ഷം പറയും, തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ. നിങ്ങളിത് എത്ര പേരെടുത്ത് ചെയ്യുന്നു? മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ലേ? ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. കോടതിയുടേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിർണയം. പത്രപ്രവർത്തകർക്ക് കോടതിയാവാനൊക്കത്തില്ല, ജഡ്ജാവാനൊക്കത്തില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല. പഠിച്ചു നോക്കൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ഭരണഘടന എന്ന് ഇന്ത്യൻ പറയുന്നത് ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനെ ഞാൻ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത്? എനിക്ക് വിഷയമല്ലല്ലോ എന്നെ പ്രകോപിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അതായത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറഞ്ഞുകൊള്ളണം എന്നുള്ള ബാധ്യത ഇല്ല. ഇല്ലില്ല, നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ 3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അതിട്ട് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്തിനാണ്? അപ്പൊ നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ട്. ഐ കനോട്ട് ബിലോങ് ടു യുവർ പ്ലാൻസ്. ഇപ്പോ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് താങ്കൾ ഏറെക്കാലം വിട്ടു നിന്നിരുന്നു. അതിനുശേഷം ഇപ്പോ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി, സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എന്ന നിലയിലേക്ക് വന്നു. ദിസ് ഈസ് ഡിസീവിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.